നമസ്കാരം. ജനുവരി 22 ലോക പ്രോസ്റ്റോഡോണ്ടിക്സ് ദിനം. ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലൂടെയുള്ള ആധുനിക ദന്തചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡിജിറ്റൽ ഡെന്റിസ്ട്രിയെക്കുറിച്ച് അഥവാ കമ്പ്യൂട്ടർ അധിഷ്ഠിത ദന്തചികിത്സയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ AR അദർശിതയാണ്. കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ എന്താണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി? സാധാരണ ദന്ത ചികിത്സയിൽ നിന്ന് എന്താണ് വ്യത്യാസം? ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? ഇത് ഡിജിറ്റൽ യുഗമാണല്ലോ. കമ്പ്യൂട്ടർ, സ്കാനർ, 3D പ്രിന്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഇവയെല്ലാം നമ്മുടെ ദന്ത ചികിത്സാ രംഗത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് സ്കാനർ ഉപയോഗിച്ച് വായുടെയും പല്ലിൻ്റെയും അളവുകൾ വളരെ കൃത്യമായി എടുക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ നമുക്ക് സ്ഥിരദന്തങ്ങളും നിർമ്മിത ദന്തങ്ങളും നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. അതേപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് സർജറികൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇത് എല്ലാം ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ പല ആപ്ലിക്കേഷനുകളിൽ ചിലത് മാത്രമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ദന്ത ചികിത്സയെ കൂടുതൽ കൃത്യതയുള്ളതാക്കുന്നു. ഇത് കൂടുതൽ ആക്യുറേറ്റ് ആയ റിസൾട്ട്സ് നമുക്ക് തരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സമയം കുറച്ചു മതി. അതേപോലെ ഇതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കേരളത്തിലും ലഭ്യമാണ് എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു വസ്തുത. വ്യക്തമാണ് ഡോക്ടർ. ഡിജിറ്റൽ ഡെന്റിസ്ട്രി എല്ലാവർക്കും സാധ്യമാണോ? പ്രത്യേക ചികിത്സകൾക്ക് മാത്രമാണോ അതോ ഇത് ഉപയോഗിക്കുന്നത്? തീർച്ചയായും എല്ലാവിധ ചികിത്സകൾക്കും നമുക്ക് ഡിജിറ്റൽ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്താം. പല്ല് സെറ്റ് വെക്കുന്നതിനാണെങ്കിലും സ്ഥിരദന്തങ്ങൾ, അതായത് ക്രൗൺ, ക്യാപ്പ് തുടങ്ങിയ ചികിത്സകൾക്ക്, ഇംപ്ലാന്റ് സർജറികൾക്ക്, സ്മൈൽ ഡിസൈനിങ്, പല്ല് കമ്പിയിടൽ തുടങ്ങി എല്ലാ മേഖലകളിലും ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്തി കൂടുതൽ കൃത്യമായതും കൂടുതൽ ക്ലേശം കുറഞ്ഞതുമായ ചികിത്സകൾ നമുക്ക് ഇതുവഴി നമുക്ക് സാധ്യമാണ്. ഡോക്ടർ, ഈ ഡെന്റൽ ഇംപ്ലാന്റ് സംബന്ധിച്ച് പലർക്കും ഭയവും സംശയങ്ങളുമാണ് കൂടുതലും ഉള്ളത്. ഈ ഡിജിറ്റൽ ടെക്നോളജി ഇതിൽ കൊണ്ടുവന്ന മാറ്റം എന്താണ്? എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്? തീർച്ചയായും വളരെ നല്ലൊരു ചോദ്യമാണ്. പണ്ട് കാലത്ത് നമുക്ക് ഇംപ്ലാന്റ് ചികിത്സയുടെ ഏറ്റവും പ്രധാന ഘടകം, അതിൻ്റെ വിജയ ശതമാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഡോക്ടറുടെ അനുഭവ സമ്പത്ത് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് കമ്പ്യൂട്ടറും സ്കാനറുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് നേരത്തെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇംപ്ലാന്റ് എവിടെ വെക്കണം, എത്ര ആഴത്തിൽ വെക്കണം, ഞരമ്പുമായി എത്ര അകലത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസുകൾ കുറവായിരിക്കും, അതേപോലെ വേദന കുറവായിരിക്കും, വിജയ ശതമാനം കൂട്ടാനും സാധിക്കും. ഡോക്ടർ, ഈ ഡിജിറ്റൽ ചികിത്സ എന്ന് പറയുന്നത് ചെലവേറിയതാണോ അതോ ഡിജിറ്റൽ ചികിത്സ വഴി ചികിത്സാ സമയം കുറയുമോ? ചികിത്സാ സമയം തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും. ഇത് പണ്ട് നമുക്ക് മാസങ്ങളും ആഴ്ചകളും എടുത്ത് ചെയ്തിരുന്ന പല ചികിത്സകളും ഇപ്പോൾ നമുക്ക് ദിവസങ്ങൾക്കും മണിക്കൂറുകൾക്കും ഉള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം വരുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വിദേശത്തു നിന്നും, ഇവിടെ മലയാളികൾ തന്നെ വിദേശത്ത് സെറ്റിൽഡായവരും വിദേശികളും ഒരുപാട് ചികിത്സകൾക്ക് വേണ്ടി, ദന്ത ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ കേരളത്തിൽ വളരെ മികച്ച ദന്ത ചികിത്സ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിനൊരു തടസ്സമായി നിന്നിരുന്നത് സമയമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇതിന് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഇത് വളരെയധികം ഗുണപ്രദമാണ്. പിന്നെ ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ, കമ്പ്യൂട്ടർ മോഡലുകൾ, AI മോഡലുകൾ, സ്കാനറുകൾ, ഉപകരണങ്ങൾ ഇവയെല്ലാം ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു ഉയർന്ന ചിലവ് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, ഇതിൻ്റെ മറ്റൊരു വശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് നമുക്ക് സമയം കുറച്ചു മതി, ട്രീറ്റ്മെൻറ്റിനുള്ള സമയം കുറച്ചു മതി, അപ്പോയിൻമെൻറ്റുകൾ കുറച്ചു മതി. കൂടുതൽ ആക്യുറേറ്റ് ആയ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകത കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ചിലവ് അത്ര കൂടുതലല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ, മറ്റൊരു കാര്യം സ്വാഭാവികമായുമുള്ളൊരു സംശയമാണ്, ഇതിൽ ഡോക്ടറുടെ റോൾ എത്രത്തോളം ഉണ്ട് എന്നതാണ്. പലരുടെയും ഒരു സംശയമാണ്, നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ റോബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ചികിത്സയിലേക്ക് കൊണ്ടുവരുമ്പോൾ
ഡോക്ടറെ മാറ്റി നിർത്തപ്പെടുമോ, ഡോക്ടറുടെ ആവശ്യമില്ലാതാകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ നിലനിൽക്കുന്നു. പക്ഷെ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. റോബോട്ട് ചികിത്സയല്ല, ഡിജിറ്റൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും റോബോട്ട് ചികിത്സയല്ല. ടെക്നോളജികൾ ഇൻവോൾവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ സ്കാനറുകൾ, അളവെടുക്കാൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ ഒരുപാട് ടെക്നോളജികൾ ഇതിൽ ഇൻവോൾവ് ആണ്. റോബോട്ട് മാത്രമല്ല. പിന്നെ റോബോട്ടിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, സർജറികളിലൊക്കെ റോബോട്ടിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എപ്പോഴും അന്തിമ തീരുമാനം എടുക്കുന്നത് എപ്പോഴും ഡോക്ടറായിരിക്കും. അതേപോലെ തന്നെ റോബോട്ടിക് സർജറി ആണെങ്കിൽ പോലും അത് ഡോക്ടറുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഡോക്ടറെ മാറ്റി നിർത്തുക എന്നൊരിക്കലും ഇതിൽ പറയാൻ സാധിക്കില്ല. ഡോക്ടറുടെ ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഡെന്റിസ്ട്രിയെ പറയാം. ഡോക്ടറുടെ കഴിവിനെ കൂടുതൽ കൃത്യമാക്കുന്ന ഒരു സഹായി മാത്രമാണ് ഡിജിറ്റൽ ടെക്നോളജികൾ, അല്ലെങ്കിൽ ഇത്തരം റോബോട്ടുകളെല്ലാം നമുക്കൊരു സ്മാർട്ട് അസിസ്റ്റന്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റും നമ്മുടെ കഴിവുകളും കൂടുതൽ കൃത്യമുള്ളതായി നമുക്ക് രോഗികൾക്ക് ഫലപ്രദമായ രീതിയിൽ കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ഡിജിറ്റൽ ഡെന്റിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഭയം ഉണ്ടാവും. ഈ ചികിത്സ എത്രത്തോളം സുരക്ഷിതമാണ് ഡോക്ടർ? തീർച്ചയായും ഇത് വളരെ സുരക്ഷിതമായ ഒരു ചികിത്സ തന്നെയാണ്. ഇതിൽ അപകടകരമായ ഒരു റേഡിയേഷനോ എക്സ്റേയോ ഒന്നും ഇൻവോൾവ് അല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് അളവെടുക്കാൻ സ്കാനറുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ ഉപയോഗിക്കുന്ന സ്കാനർ എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒരു ക്യാമറ സിസ്റ്റമാണ്. അതിൽ റേഡിയേഷൻ പോലെയുള്ള ഒരു റേസും അതിൽ ഇൻവോൾവ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സുരക്ഷിതമാണ്. പിന്നെ പ്രായമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം കുറവായതുകൊണ്ടും അപ്പോയിൻമെൻറ്റുകൾ കുറവായതുകൊണ്ടും കുറച്ചും കൂടെ സൗകര്യകരമാണ് എന്നും കൂടെ പറയാം. വ്യക്തമാണ് ഡോക്ടർ. മാത്രമല്ല, മുതിർന്നവർക്കും പ്രമേഹം പോലുള്ള രോഗമുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണോ, സുരക്ഷിതമാണോ? തീർച്ചയായും ചെയ്യാം. മുതിർന്നവർക്ക് നമുക്ക് പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പല്ല് സെറ്റ് വെക്കുക എന്നുള്ളതാണ്. പല്ല് സെറ്റ് വെക്കുന്നതിൽ ഇതിൻ്റെ ഒരു ന്യൂനത കൂടെ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. പല്ല് സെറ്റ് വെക്കുമ്പോൾ നമ്മൾ അളവെടുക്കേണ്ടത് മോണയുടെ അളവാണ് എടുക്കേണ്ടത്, പല്ലിൻ്റെ അല്ല. അപ്പോൾ മോണയുടെ അളവെടുക്കുമ്പോൾ പല്ലിൻ്റെ അളവെടുക്കുന്ന അത്രയും ആക്യുറേറ്റ് ആയ ഒരു റിസൾട്ട്സ് നമുക്ക് കിട്ടാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. സോഫ്റ്റ് ടിഷ്യൂ സ്കാനിങ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത്. എങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഡിസൈനിങ്, 3D പ്രിന്റിങ് തുടങ്ങി എല്ലാ മേഖലകളിലും നമുക്ക് ഡിജിറ്റൽ ടെക്നോളജിയെ ആശ്രയിക്കാം. മുതിർന്നവർക്കും ഇത് വളരെ ആശ്വാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് ടൈം കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ആശ്വാസമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മേഖല തന്നെയാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി. ഇപ്പോൾ എല്ലാവരും എല്ലാ പ്രായത്തിലുള്ളവരായാലും പല്ലിന്റെ സൗന്ദര്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർ. മാത്രമല്ല, ഈ ഡിജിറ്റൽ ഡെന്റിസ്ട്രിയിലൂടെ സ്മൈൽ ഡിസൈൻ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും ബോളിവുഡ് നടീനടന്മാരുടെ ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. നമുക്കറിയാം അതിൻ്റെ പിറകിൽ ഒരു സ്മൈൽ മേക്ക് ഓവർ ഉണ്ട്, അതിൻ്റെ പുറകിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ കരങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു സ്മൈൽ മേക്ക് ഓവർ ചെയ്താലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, അത് ചെയ്താൽ ശരിയാകുമോ, അത് കഴിഞ്ഞാൽ എൻ്റെ ചിരി എങ്ങനെ ഇരിക്കും, അതെൻ്റെ മുഖത്തിന് ചേരുമോ, അങ്ങനെയുള്ള പല പല ആശങ്കകൾ നമുക്ക് തോന്നാം. പല രോഗികളും അത് പങ്കുവെക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് അതിനെല്ലാം പരിഹാരമാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി. പലതരം സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സ്മൈൽ മേക്ക് ഓവർ കഴിഞ്ഞാലുള്ള നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ ചിരി എങ്ങനെയാണ്, പല്ലിൻ്റെ ഷേപ്പ്, കളർ, വലിപ്പം, ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സംതൃപ്തി കൂടുതലായിരിക്കും, നിരാശ കുറവുമായിരിക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഈ പല്ല് സെറ്റിനെ കുറിച്ച്. മാത്രമല്ല, ഈ വയസ്സായവർക്ക് പല്ല് സെറ്റുകൾ വയ്ക്കുന്നതിൽ ഡിജിറ്റൽ ടെക്നോളജി മൂലമുള്ള ഇപ്പോൾ പുതിയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡോക്ടർ? അതിൽ നമുക്ക് അളവെടുത്ത് കഴിഞ്ഞാലുള്ള കാസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ മോഡൽ ഉണ്ടാക്കും. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് അളവ് തന്നെ ഡയറക്റ്റ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ ഫിറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ കടിയൊക്കെ ആണെങ്കിലും നമ്മൾ പല രീതിയിലും നമുക്ക് അളവുകൾ എടുക്കണം. മോണയുടെ അളവ് മാത്രമല്ല, കടിയുടെ അളവ്, തലയും ഈ പല്ലുകളും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നമുക്ക് കുറെ കൂടെ ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. സമയം കുറച്ച് മതി. യൂഷ്വലി നമ്മളൊരു ഫുൾ പല്ല് സെറ്റ് വെക്കണമെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ചയെങ്കിലും മിനിമം രോഗി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇത് ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു റിസൾട്ട് നമുക്ക് ഡിജിറ്റൽ ഡെന്റിസ്ട്രി വഴി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും പരിമിതികളോ കുറവുകളോ ഉണ്ടോ? ഈ ഡിജിറ്റൽ ഡെന്റിസ്ട്രിയെ കുറിച്ച് എന്തെങ്കിലും പരിമിതികളുണ്ടോ ഡോക്ടർ? ഒരു പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞു.
നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ സ്കാനിങ് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് കൂടുതൽ പുതിയ ടെക്നോളജികൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇത് തീർച്ചയായും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് റിസർച്ചുകളും കൂടുതൽ എക്യുപ്മെൻസും ഇതിന് വരേണ്ടതുണ്ട്. പിന്നെ അതേപോലെ ഇതൊരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാഖ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇത് ലഭ്യമാകണമെന്നില്ല. എല്ലാ എക്യുപ്മെൻസും എല്ലാ ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് സെറ്റപ്പുകളിലും ഇത് ലഭ്യമാകണമെന്നില്ല. അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനറലി എല്ലാ കാര്യങ്ങളിലും പറയുന്നത് പോലെ ഡിജിറ്റൽ ടെക്നോളജി നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു വിവേചന ബോധത്തോടു കൂടി മാത്രമേ അതിനെ സമീപിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു റോബോട്ട് യൂസ് ചെയ്ത് സർജറി ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിലല്ലാതെ റോബോട്ട് സർജറി ചെയ്യുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിൽ, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറുടെ ഒരു സ്മാർട്ട് സഹായി മാത്രമായിരിക്കണം ഈ ഡിജിറ്റൽ ടെക്നോളജി. നമ്മൾ ഒരിക്കലും ഡിജിറ്റൽ ടെക്നോളജിയെ മാത്രം ആശ്രയിച്ച ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എപ്പോഴും ഡോക്ടറുടെ ഒരു അനുഭവ സമ്പത്തും കൂടെ അതിന് മുതൽക്കൂട്ടായിരിക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ്. അത് നമ്മൾ ഇപ്പോൾ എല്ലാ രംഗങ്ങളിലും നമ്മളത് പറയാറുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും കടന്നു കയറുമ്പോൾ, റോബോട്ടുകൾ ഇത്രയും കടന്നു കയറുമ്പോൾ നമ്മുടെ ഭാവി എന്താണ്, മനുഷ്യരെ റോബോട്ടുകൾ കീഴടക്കുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ നമുക്കുണ്ട്. അത് ഡിജിറ്റൽ ഇൻഡസ്ട്രി വിഭാഗത്തിലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിവേകപൂർവമായി വിവേചന ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുക, അതിനെ ഒരു അസിസ്റ്റൻ്റായി അതിൻ്റെ നല്ല ഗുണങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഫുള്ളായിട്ട് കൺട്രോൾ അതിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ഫസീലയാണ്. ഫസീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞു. ഡോക്ടർ, എൻ്റെ പല്ലിങ്ങനെ മഞ്ഞ കളറും പിന്നെ മോണമെന്ന് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. മോണമെന്ന് പല്ല് കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കൊണ്ടേ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 2 ലക്ഷം രൂപ വേണം ഫുൾ കവർ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ്. ഒരു പല്ലിന് ഇച്ചിരി വിടവുണ്ട്, കേടൊന്നുമില്ല പല്ലിന്, മോണരോഗമുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ മഞ്ഞ കളർ ഉള്ളത് ജന്മനാ പല്ല് വന്നപ്പോഴേ ഉള്ളതാണോ അതോ ഇല്ല, കാഴ്ചക്കുറവുണ്ട്, പല്ലിങ്ങനെ ഒടിഞ്ഞു പോകാറുണ്ട്, കാഴ്ചക്കുറവിന്റെ കംപ്ലൈന്റ് ഉണ്ട്. വന്നപ്പോഴേ പല്ല് ഇങ്ങനെയാണ്, പല്ല് വന്നപ്പോഴേ ഇങ്ങനെയാണ്? അതെ, അങ്ങനെയാണ്. അപ്പൊ അത് വ്യക്തമായ കറക്റ്റായിട്ടൊരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അത് കണ്ടാൽ മാത്രമേ എന്ത് കണ്ടീഷൻ കൊണ്ടാണ് മഞ്ഞ കളർ വന്നത്. കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് നിങ്ങൾ പറയുന്നു, ചിലപ്പോൾ ഫ്ലൂറോസിസ് കൊണ്ടാണ്, പല പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എല്ലാ പല്ലുകളും ക്യാപ്പ് ഇടുക എന്നുള്ളത് തന്നെ ആയിരിക്കണം, കറക്റ്റ് അതേ ഡയഗ്നോസിസ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ പരിഹാരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എല്ലാ പല്ലും കവർ ചെയ്യുന്നതിന് ഡെന്റൽ കോളേജുകളിലും സൗകര്യങ്ങൾ ലഭ്യമാണ്. മോണരോഗത്തിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുക്കണം. ഇപ്പം മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നു അല്ലെങ്കിൽ പഴുപ്പ് വരുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേറെ ലഭ്യമാണ്. പല്ല് ആദ്യം ക്ലീൻ ചെയ്യണം, പ്രൊഫഷണലി ഡോക്ടർ തന്നെ അത് ക്ലീൻ ചെയ്യണം, നമ്മൾ ക്ലീൻ ചെയ്യുന്നതല്ല. അതിനുള്ള മരുന്നുകൾ എടുക്കണം, ചിലപ്പോൾ സർജറി ആവശ്യമായി വന്നേക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡിജിറ്റൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എല്ലാ പല്ലും ക്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റലി അത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്ത് നമുക്കത് പ്ലാൻ ചെയ്യാനും സാധിക്കുന്നതാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, മറ്റൊരു സംശയം, ഈ ഡിജിറ്റൽ ദന്ത ചികിത്സയുടെ ഭാവി സാധ്യതകൾ എന്തെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഡെന്റിസ്ട്രിയുടെ ഭാവി തന്നെ ഡിജിറ്റൽ ആണ് എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല. ഡിജിറ്റൽ ഡെന്റിസ്ട്രി ദന്ത ആരോഗ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അളവെടുക്കുന്നതിനുള്ള രീതികളെല്ലാം, പണ്ടാണെങ്കിൽ നമുക്കൊരു ട്രേയിൽ ഒരു തിക്കായിട്ടുള്ള ഫ്ലൂയിഡ് നമ്മൾ നിറച്ച് വായിലേക്ക് വെച്ച് പല അളവെടുത്ത് ഇട്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു. ഇപ്പോഴും നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ തന്നെ നമ്മളോട് പറയാറുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് മാഡം, ഇത് ഇങ്ങനെ അളവെടുക്കുന്നത് എന്ന് പറയും. പലരും ഓക്കാനം വരും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ ഈ ഡിജിറ്റൽ സ്കാനർ ഉപയോഗിച്ച്. ഡിജിറ്റൽ സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ, ഒരു ക്യാമറ സിസ്റ്റമാണ്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ അളവ്, പല്ലിൻ്റെ അളവ് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ സ്കാനിങ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. അത് ഇനിയും മറ്റു മേഖലകളിലെ പോലെ ഡെന്റിസ്ട്രിയിലും ഇനിയും ഒരുപാട് ശക്തമാകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് രോഗനിർണയത്തിനാണെങ്കിലും ഇപ്പോഴും അവൈലബിൾ ആണ്, പക്ഷെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട്, കുറച്ചും കൂടെ എന്താ പറയുക, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മോഡലുകൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതുപോലെ സ്കാനറുകളാണെങ്കിലും സോഫ്റ്റ്വെയർ മോഡലുകളാണെങ്കിലും കുറച്ചും കൂടെ ചെലവ് കുറഞ്ഞതും കൃത്യതയുള്ളതുമായ മോഡലുകൾ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ അത് സാധാരണ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചെലവ് കുറഞ്ഞ മോഡലുകൾ വരികയാണെങ്കിൽ മാത്രം. ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള മേഖലയാണ്. എങ്കിൽ പോലും ഇന്നത്തെ നിലയിലാണെങ്കിൽ പോലും ഒരുപാട് ഈ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കുതിച്ചുചാട്ടം, വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് തന്നെ പറയാം ദന്ത മേഖലയിൽ ഡിജിറ്റൽ ഡെന്റിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും സൗകര്യപ്രദവും സമയം കുറച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുമുള്ളതുമായ ചികിത്സാ രീതികൾ ഇനിയും ഡിജിറ്റൽ ഡെന്റിസ്ട്രി വഴി നമുക്ക് നമ്മുടെ രോഗികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ശരി ഡോക്ടർ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ലിസിയാണ്. ലിസി ഡോക്ടറോട് ചോദിച്ചോളൂ. ലിസി കേൾക്കാമോ? ഡോക്ടർ നമുക്ക് തുടരാം. ഡോക്ടർ മാത്രമല്ല, ഇതൊരു ലോങ് ടേമിലേക്ക് ഈ ഡിജിറ്റൽ ഡെന്റിസ്ട്രി എത്രത്തോളം സാധ്യമാണ് എന്നത് മറ്റൊരു സംശയമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇനിയുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ സാധ്യതകളാണ്. നമുക്ക് ഡെന്റിസ്ട്രിയിലുള്ള ഇനിയുള്ള ഡെവലപ്മെന്റുകൾ വരാനുള്ളതും നമ്മളിപ്പോൾ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ സാധ്യതകൾ തന്നെയാണ്. എന്നിരുന്നാലും ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഡെന്റൽ കോളേജിൽ ഒരു സബ്ജക്റ്റായിട്ട് നമ്മളിത് പഠിക്കുന്നില്ല. പലപ്പോഴും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലൊന്നും കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കുറവാണ്. സോഷ്യൽ മീഡിയയിലൂടെ അറിയാം, ഇന്റർനെറ്റിലൂടെ പഠിക്കാം എന്നുള്ളതല്ലാതെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ, അതായത് MDS പഠിക്കുമ്പോൾ പല വിഭാഗങ്ങളിലും MDS, പ്രോസ്റ്റോഡോണ്ടിക്സ് പോലെയുള്ള വിഭാഗങ്ങളിൽ നമ്മളെല്ലാം ഒരുപാട് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്കാനിങ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് ഇംപ്ലാന്റ് പ്ലാനിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇംപ്ലാന്റ് പ്ലാനിങ് ചെയ്യാൻ സാധിക്കും. ഇംപ്ലാന്റ് എവിടെ വെക്കണം, ഏത് ടൈപ്പ് ഇംപ്ലാന്റ് സെലക്ട് ചെയ്യണം, ഇംപ്ലാന്റിൻ്റെ സൈസ് ഏത് സെലക്ട് ചെയ്യണം, എങ്ങനെ വെക്കണം, ഏത് ഡയറക്ഷനിൽ അത് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് വരെ നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്ത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് ഇപ്പോഴും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് നമ്മുടെ ഭാവി ഡോക്ടർമാർ അതെല്ലാം പരിചയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ കോഴ്സ് പോയി കഴിയുമ്പോഴും ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. അപ്പോൾ പല ഡോക്ടേഴ്സും ഇപ്പോൾ പുതിയ കോഴ്സുകളൊക്കെ പഠിച്ച് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാൻ പഠിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോങ് ടേമിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ഡെബോയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറയൂ. ഹലോ, അത് എൻ്റെ പല്ലിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ. കേൾക്കുന്നുണ്ട്, പറയൂ. എൻ്റെ റൈറ്റ് സൈഡിലെ പല്ലിന് മുകളിലത്തെ പല്ലിന് മുകൾ ഭാഗം ഉൾ സൈഡിൽ അല്പം കേടുണ്ട്. കേട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ. അപ്പൊ അവിടെ ഉൾ സൈഡിലാണ് പോതുള്ളത്. രണ്ട് ചെറിയ പോതുകളുണ്ട്. അതെ, കാണാൻ സാധിക്കുന്നുണ്ട്. വേദനയുണ്ടോ? വേദനയില്ല. പുളിപ്പുണ്ടോ? പുളിപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ഡെന്റിസ്റ്റിനെ, അടുത്തുള്ള ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുക. പുളിപ്പ് മാത്രമേ ഉള്ളൂ, വേദന ഇല്ല എങ്കിൽ മിക്കവാറും അത് നമുക്ക് കേട് പഴുപ്പിലേക്ക് എത്തിയിട്ടില്ല, അകത്തുള്ള ഞരമ്പുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ ഞരമ്പിലേക്ക് എത്തിയിട്ടും ഉണ്ടാവാം. പക്ഷെ അതൊരു ഡോക്ടറെ കണ്ട് നമുക്ക് കാണിച്ചാൽ മാത്രമേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എക്സ്റേ കൂടെ എടുക്കേണ്ടി വരും. അപ്പോഴാണ് ഈ കേട് എവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പല്ലെന്ന് പറയുമ്പോൾ പല്ലിൻ്റെ ഘടന നമുക്കറിയായിരിക്കും. ഏറ്റവും മുകളിൽ ഇനാമലുണ്ട്, അതിന് താഴെ ഡെന്റിനുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ ഈ രക്തക്കുഴലുകളൊക്കെ ഉള്ളത്. അപ്പോൾ കേട് ഇനാമലിലോ ഡെന്റിലോ മാത്രമാണെങ്കിൽ നമുക്കത് സാധാരണ രീതിയിൽ അടയ്ക്കാൻ സാധിക്കും.
അല്ല അത് പഴുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ വേരിനകത്തുള്ള രക്തക്കുഴലുകളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് അത് അടച്ചു വെക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനൊരു ക്യാപ്പ് കൂടെ ഇടേണ്ടി വരും. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും താങ്കൾക്ക് ചെയ്യേണ്ടി വരിക. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടി വരും. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ലഭ്യമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും എല്ലാ സെന്ററുകളിലും എല്ലാ ടെക്നോളജികളും അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്, ചിലവ് കൂടുതലാണ് എന്നുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഗവൺമെന്റ് മേഖല വളരെ ആർജവത്തോടു കൂടി തന്നെ ഇത്തരം ടെക്നോളജികളെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പല കോളേജുകളിലും, ഡെന്റൽ കോളേജുകളിലാണെങ്കിൽ പോലും സ്കാനറുകൾ യൂസ് ചെയ്ത് ഇംപ്രഷൻ എടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല്ല് കമ്പി ഇടുന്നതിനാണെങ്കിലും അതേപോലെ ഇംപ്ലാന്റ് പ്ലാനിങ്ങിനാണെങ്കിലും വിവിധ തരം സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള സർജറികൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റെൻഡ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു മോഡലാണ് അത് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പിയിടുന്ന വിഭാഗങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് അലൈനറുകൾ ട്രീറ്റ്മെന്റുകൾ പലരും ഇപ്പോൾ സുപരിചിതമായിരിക്കും. അതെല്ലാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും ഇപ്പോൾ എക്സ്റേകളിലാണെങ്കിലും ഇപ്പോൾ CBCT മെഷീനൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ CBCT മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് ഇംപ്ലാന്റ് പ്ലാനിങ് സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്. അത്തരം സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രൗഡായിട്ട് തന്നെ പറയാം, നമ്മുടെ ഗവൺമെന്റ് മേഖല ഇത് വളരെ ഈ മേഖലയിൽ ഈ ഒരു ചികിത്സാ രീതി വളരെ മുൻപന്തിയിൽ തന്നെയാണ്. എന്നിരുന്നാലും എല്ലാ എക്യുപ്മെന്റുകളും നമുക്ക് ലഭ്യമല്ല. അതിനുള്ള നമ്മൾക്ക് അതിന് പർച്ചേസിനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പം വളരെ താമസിയാതെ തന്നെ എല്ലാ എക്യുപ്മെന്റുകളും വന്ന് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് എല്ലാ കോളേജുകളിലും ഫുൾ ഡിജിറ്റലായി നമുക്ക് ഇത് മാറാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വൈക്കത്ത് നിന്നും ബേബിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞു. ബേബി കേൾക്കാമോ? ചോദിച്ചോളൂ. പ്രേക്ഷകനിലേക്ക് തിരികെ വരാം. ഡോക്ടർ, മാത്രമല്ല ഈ പലരും ഈ പല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വരുന്നൊരു സാഹചര്യം കാണാറുണ്ട്. അത് ശ്രദ്ധിക്കാതെ വരുന്നതോളം എത്രത്തോളം അപകടങ്ങളിലേക്ക് നയിക്കും, അതിനെക്കുറിച്ച് കൂടി പറയാമോ? നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റിച്ച് ഇടാനുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണല്ലോ. അതേപോലെ തന്നെയാണ് ഡെന്റിസ്ട്രിയിലും. നമുക്ക് പല്ലിനൊരു പോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം കണ്ടു, അല്ലെങ്കിൽ ചെറിയൊരു പോഡ് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുളിപ്പ് തോന്നുന്നു, ആ സമയത്ത് നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു തീർക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം നമുക്കത് നേരത്തെ ഞാനൊരു പ്രാക്ഷൻ വന്ന് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, അത് നമുക്ക് ഇനാമലിലോ ഡെന്റിലോ ആണ് ആ കേട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് റിമൂവ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. പേഷ്യൻറ്റിനും വേദനയില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് അനുഭവമായിരിക്കും. പക്ഷേ അത് കുറച്ച് നാൾ നമ്മൾ വെച്ചുകൊണ്ടിരുന്നു, പോട് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ അത് കണ്ടിട്ടും നമ്മൾ അവഗണിച്ചു. അങ്ങനെ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിഞ്ഞിട്ടാണ്, വേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ വേറെയാണ്. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കണം, അത് കഴിഞ്ഞ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. പല്ലിൻ്റെ വേരിനകത്തുള്ള പൾപ്പ് എന്ന് പറയുന്ന ഞരമ്പും രക്തക്കുഴലുകളും ഒക്കെ അടങ്ങിയ ഭാഗം നമ്മൾ എടുത്തു കളഞ്ഞ് അത് ഫില്ല് ചെയ്ത് വെക്കേണ്ട ഒരവസ്ഥയായിരിക്കും. അത് കുറച്ച് പെയിൻഫുൾ ആണ്, നമുക്ക് ഇഞ്ചക്ഷനുകൾ എടുക്കേണ്ടി വരും, മരുന്നുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പോഡ് സാധാരണ രീതിയിൽ അടയ്ക്കാൻ പറ്റുമായിരുന്ന ഒരു കാര്യം നമ്മളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ചികിത്സയിലേക്ക് പോകുക. അതുപോലെ മോണരോഗമാണെങ്കിലും ചെറുതായിട്ട് ബ്ലഡ് വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്കെയിലിംഗ് എന്നൊരു ചെറിയൊരു പ്രൊസീജിയറാണ്, പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ, പലർക്കും അറിയാമായിരിക്കും. അത് ചെയ്താൽ മാത്രം മതിയാവും. പക്ഷെ അത് നമ്മൾ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന പഴുപ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മോണരോഗത്തിൻ്റെ സർജറിയിലേക്ക് നീങ്ങേണ്ടി വരും. അതും ഈ പറയുന്ന പോലെ കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ട മരുന്നുകളൊക്കെ ആവശ്യമായി വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വൈക്കത്ത് നിന്നും ബേബിയാണ്. ബേബി, ഡോക്ടറോട് ചോദിച്ചോളൂ. മോണയ്ക്ക് നീർക്കെട്ട് പോലെയാണ്, വേദനയുണ്ട്.
രണ്ട് സൈഡിൽ ഇരുന്ന്. രണ്ട് സൈഡ് വായിക്കകത്ത് മുകളിലാണോ താഴെയാണോ? ഒരു ഭാഗത്ത് മാത്രമേ അത് മൊത്തത്തിലുണ്ടോ? മുകളിലാണ്, രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലും. പല്ലിൽ പോട് വല്ലതും കാണുന്നുണ്ടോ? പോതൊന്നും പല്ലില്ല. ഞാൻ ഡോക്ടറെ വൈക്കത്ത് കാണിച്ചപ്പോൾ പല്ലിനൊക്കെ പോയിരിക്കുകയാണ്, ഇത് പറിച്ചാ വിഷയാവും എന്ന് എന്നോട് പറഞ്ഞു. ഇത് രണ്ട് രീതിയിൽ വരാം. മിക്കവാറും പറഞ്ഞത് കേട്ടത് വെച്ച് എനിക്ക് തോന്നുന്നത് മോണയുടെ പ്രശ്നം കൊണ്ട് മോണയ്ക്ക് നീർക്കെട്ട് വന്നു എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. നമുക്കത് മോണരോഗമാണെന്നുണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ, ആ തുടക്കത്തിലുള്ള സ്റ്റേജാണ്, നീർക്കെട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് ബ്ലഡ് വരുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് പല്ല് ക്ലീൻ ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി പല്ല് ക്ലീൻ ചെയ്താൽ തന്നെ മാറാവുന്ന ഒരു അസുഖമാണ്. ചിലപ്പോൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കോ കഴിക്കേണ്ടി വരാം. അല്ല, അത് പഴുപ്പിലേക്ക് മാറി ബോൺ ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതൊരു സർജറി പോലെയുള്ള പ്രൊസീജിയറുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് ഏത് വേണം എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ഡയറക്റ്റ് രോഗിയെ കണ്ട് പരിശോധന നടത്തി, ചിലപ്പോൾ എക്സ്റേ പോലെയുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ നമുക്കത് കൃത്യമായ രോഗനിർണയം സാധ്യമാകുകയുള്ളൂ. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, മറ്റൊരു കാര്യം, ഇപ്പോൾ മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട പല്ലുകളുടെ ആരോഗ്യത്തിനായി മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രണ്ടു നേരം ശുചിത്വം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പല്ലിൻ്റെ ആരോഗ്യകാര്യത്തിൽ. കാരണം പല്ലിൻ്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ശുചിത്വം പാലിക്കുകയും പല്ലിൻ്റെയും വായിൻ്റെയും ആരോഗ്യം സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വായുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പൂർണ്ണമായ ആരോഗ്യത്തിനു കൂടി അത്യന്താപേക്ഷിതമാണ്. അതിൽ പ്രധാനം നമ്മുടെ രാവിലെയും വൈകിട്ടും രണ്ടു നേരമെങ്കിലും പല്ല് നന്നായിട്ട് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുന്നതിന് പല 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 രീതികൾ ഉണ്ട്. അത് നമുക്കൊരു ഡെന്റിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരും. തെറ്റായ രീതിയിൽ പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല്ല് തേഞ്ഞു പോകാനും മോണ കയറി പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് പോയി കണ്ട് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. അതേപോലെ 6 മാസത്തിൽ ഒരിക്കൽ അഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാം. എന്തെങ്കിലും പോടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പോടുകൾ അപ്പോൾ തന്നെ അടച്ച് ആ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് വേദന ഇല്ലാതെ തന്നെ ഈ കേരീസ് അല്ലെങ്കിൽ പോടുകൾ വരാം, നമ്മൾ അറിയില്ല. ചിലപ്പോൾ പോട് അകത്തെത്തി വേദന തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് റിയലൈസ് ചെയ്യുന്നത്, എൻ്റെ പല്ലിൽ ഒരു പോടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം നിങ്ങൾ ഇടയ്ക്കൊരു റിവ്യൂ ഒരു ഡെന്റിസ്റ്റിനടുത്ത് പോയി കാണുകയാണെങ്കിൽ നമുക്കതെല്ലാം നേരത്തെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലൂടെയുള്ള ആധുനിക ദന്ത ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഡിജിറ്റൽ ഡെന്റിസ്ട്രിയെക്കുറിച്ച് അഥവാ കമ്പ്യൂട്ടർ അധിഷ്ഠിത ദന്ത ചികിത്സയെക്കുറിച്ച് ഇന്ന് നമുക്കൊപ്പം സംസാരിച്ചത് ഡോക്ടർ AR അദർശിതയാണ്. കോട്ടയം ഗവൺമെൻറ് ഡെന്റൽ കോളേജിലെ ഓർത്തോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ. നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.